ഭാര്യരല്ലേ? അതെ. ഞാനൊരു കല്യാണാലോചനയുമായി വന്നതാ. എനിക്കോ? നിങ്ങളെ മോൾ ഒരു നല്ല കാര്യം പറയുമ്പോ വായം പൊളിച്ചു നിൽക്കുന്നോ? അല്ല, താങ്കൾ തന്നെയാണോ വരൻ? എന്റെ സാറാ. ഈ ഏരിയയിൽ ചാർജ് എടുക്കാമെന്ന പുതിയ പോലീസ് ഓഫീസറാ. പുള്ളിക്കാരൻ നിങ്ങളുടെ മോളെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. ഞാൻ മാക്സിമം പാലോച്ചു, നടക്കുന്നില്ല. പുള്ളിയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങൾ അങ്ങ് നടത്തി കൊടുക്കാന്ന് കരുതി. ദാ ഫോട്ടോ, അഡ്രസ് എഴുതിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഞങ്ങൾ കുറച്ച് കാരണവന്മാർ അടുത്ത് തന്നെ വരും. വരട്ടെ. അച്ഛൻ കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട് ആള്? കൊള്ളാം, നല്ല സെലക്ഷൻ. നാണം അതുകൊണ്ടാ. മിടുക്കനാ, വിട്ടുമിടുക്കൻ, സുന്ദരനാ. കുട്ടി കാണാൻ വന്നതാ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ തന്നെ. കുട്ടിയെ കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മുഖം വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ വിടുക്കല. കള്ളി. ഞാൻ അല്പം വൈകിപ്പോയി. അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി. ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തെടുത്ത സ്ട്രിങ്ങാ. നീയായിട്ടത് പൊട്ടിച്ചാലുണ്ടല്ലോ. ഭയങ്കര നാടൻ കുടുങ്ങിയ മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാണമെന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ധൈര്യമാ. അങ്ങനെ പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോ? ഒന്ന് പോയി അച്ഛനെ കിടന്ന് ഉറങ്ങ. പൊടർന്ന് കാണും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നു. ഇല്ല, ഉറങ്ങി ഉറങ്ങ. ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ അവിടെയാണ്. അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ. ക്യാമ്പ് കഴിയുമ്പോ എന്താവോ ആവോ. അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. ചതിച്ചോ? ആഹാ, എന്താണ് തുണിഞ്ചാരി? നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല. എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അതെടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നാ താനോ നോക്കണോ? ഒന്ന് നിന്നേ. അതെടുക്കാതിരിക്കുന്നല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾ കണ്ടേ. അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വില പിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ. എവിടെ? അവിടെ. എവിടെ? ആ ഡയറിയിൽ. അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു പ്രൊമോഷൻ വേണ്ടോ? ആരെങ്കിലും കാണും. നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പോയിക്കോളൂ. ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. നിരങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടോടാ നിരക്കാൻ. വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായാനെ. ഇല്ലടാ അവിടെ. അയ്യോ, അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടു. അവനെവിടെ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ തോന്നിവാസം പറയുന്നു. ക്ഷമിക്കണം, ഞാൻ ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് മിസ്റ്റർ,
മുകളിലത്തെ നിലയിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. താനാ കള്ളൻ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ എന്റെ പൊന്നു മഞ്ഞ പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ മാഡം, പിന്നെ എന്താ 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 പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ട. പട്ടന്റെ അപ്പനാടാ പുല്ല. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമ്മാതിരി അലവലാതെയാന്നുള്ള വിവരം നമുക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞാനേക്കുള്ള ഒരു ലോകവുമില്ല. അയ്യോ ഇമ്മാതിരി കുരുത്തകൾ കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിൽ പുറത്താക്കി വാതിൽ എടുക്കാൻ അതാ വേണ്ടത്. പണി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരാ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. ദേ അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. ഇടവിളിച്ചാളിപ്പോ കണ്ടേ ശ്രീലംബാരൻ. അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. അച്ഛൻ ഇയാളെ പിടിച്ച് അയ്യോ പുറത്താക്കി. പുറത്താക്കാൻ വരട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. അതൊക്കെ പുറത്ത്. അയ്യോ പുറത്ത് വെച്ച് പറ്റില്ല. ഇതായിട്ട് ബാക്കി വെക്കേണ്ട അടുത്തോട്ട് പോ. ദാ, ഡാനിയലേ, ഏത് നായ്ക്കൊരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. അവിടെ പടി ഇടാ.